അധ്വാനവും കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ നടിയാണ് രാധിക ആപ്തെ. ബോളിവുഡിലെ കുടുംബ വേരുകളും ഗോഡ്ഫാദർമാരുടെ പിന്തുണയും ഇല്ലാതെയാണ് രാധിക ആപ്തെ കരിയർ പടുത്തുയർത്തിയത്. അതുകൊണ്ട് തന്നെ കരിയറിൽ പല ദുരനുഭവങ്ങളും അവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ബോളിവുഡിൽ മാത്രമല്ല, മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലും രാധിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തന്റെ നിലപാടുകളിലൂടെയും രാധിക ആപ്തെ കയ്യടി നേടാറുണ്ട്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ രാധിക പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പല ദുരനുഭവങ്ങളും രാധിക മുമ്പ് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു തെന്നിന്ത്യൻ താരത്തിൽ നിന്നുണ്ടായ മോശം അനുഭവം രാധിക തുറന്നു പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. 2016 രാധികയുടെ തുറന്നു പറച്ചിൽ. ഒരിക്കൽ എനിക്കൊരു കോള് വന്നു. അവർ ബോളിവുഡിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും അവരെ അതിനായി കാണണമെന്നും പറഞ്ഞു. പക്ഷേ അയാൾക്കൊപ്പം കിടക്ക പങ്കിടുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ നല്ല തമാശക്കാരനാണെന്ന് പറഞ്ഞു. ഇല്ല, ആ സിനിമ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അയാളോട് പോയി ചാകാനും പറഞ്ഞു. അതേസമയം ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാധിക ആപ്തെ. ഇപ്പോൾ അമ്മയായിരിക്കുകയാണ് താരം. ഡിസംബർ 15 രാധിക ആപ്തെയ്ക്കും ഭർത്താവ് ബെനഡിക്ട് ടെയ്ലറിനും കുഞ്ഞ് ജനിച്ചത്. പിന്നാലെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് താൻ ഗർഭം ധരിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം രാധിക പറഞ്ഞത്. ആക്സിഡന്റ് ആയിരുന്നില്ല, പക്ഷെ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നില്ല. അതിനാൽ ഞെട്ടലുണ്ടായി. തങ്ങൾക്ക് കുട്ടികൾ വേണമോ വേണ്ടയോ എന്ന് ആളുകൾക്ക് ധാരണയുണ്ടെങ്കിൽ എളുപ്പമാണ്. തങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേർക്കും കുട്ടികൾ വേണ്ടെന്നായിരുന്നു. അതേസമയം എങ്ങനെയായിരിക്കും എന്നതിൽ 1% ആകാംക്ഷയും ഉണ്ടായിരുന്നു. അപ്പോഴാണിത് സംഭവിക്കുന്നത്. മുന്നോട്ട് പോകണമോ എന്ന് സംശയിച്ചിരുന്നു എന്നാണ് രാധിക പറയുന്നത്. തന്റെ സ്വകാര്യ ജീവിതം എന്നും സ്വകാര്യമായി തന്നെ വെക്കാനാണ് രാധികയ്ക്ക് താല്പര്യം. അതിനാൽ രാധിക വിവാഹിതയാണെന്ന കാര്യം പോലും ആരാധകരിൽ പലർക്കും അറിയില്ലായിരുന്നു. ഒരു പൊതുവേദിയിൽ ഭർത്താവിനൊപ്പം താരം എത്തിയപ്പോഴാണ് പലരും രാധിക വിവാഹിതയാണെന്ന് അറിയുന്നത്. രാധിക ഗർഭിണിയാണെന്ന വിവരം പൊതുസമൂഹത്തിന് അറിവുണ്ടായിരുന്നില്ല. നിറവയറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ രാധിക എത്തുന്നതോടെയാണ് ആരാധകർ ഇക്കാര്യം അറിയുന്നത്. അമ്മയായതോടെ താരത്തിന് ആശംസകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. മിസ്സിസ് അണ്ടർകവർ ആണ് രാധികയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. സിസ്റ്റർ, മിഡ്നൈറ്റ്, ലാസ്റ്റ് ഡേയ്സ് എന്നീ സിനിമകൾ രാധികയുടേതായി അണിയറയിലുണ്ട്. മെയ്ഡ് ഇൻ ഹെവന്റെ 2ാം സീസണിലും രാധിക അഭിനയിച്ചിരുന്നു. അക്കയാണ് രാധികയുടെ പുതിയ വെബ് സീരീസ്.